ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലാകുന്നു. വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കാത്തതുകൊണ്ട് ഇന്നു മുതൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാരുടെ സംഘടന അറിയിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി വിതരണക്കാർ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മുൻപ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചത്. 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിലാകും. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.